നമ്മൾ സ്വന്തം റവന്യൂ ഉണ്ടാക്കുന്നു. അതിലൂടെ നമ്മളെ ടൈം ഫ്രീഡം, ഫിനാൻഷ്യൽ ഫ്രീഡം ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരും. ഒരു ജോലി ചെയ്താൽ ഒരിക്കലും നമുക്ക് ഈ ടൈം ഫ്രീഡോ ഫിനാൻഷ്യൽ ഫ്രീഡോ വരില്ല. ഒരിക്കലും മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ കോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്ക് ലൈഫ് ടൈം എന്ത് ചെയ്യാൻ പറ്റും, ഈ സിഗ്നൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേ നിൽക്കും. ഇതിപ്പോ നമ്മൾ ഇത്രയും കാലം നമ്മൾ ഇപ്പൊ 7 വർഷമായി നമ്മളെ കമ്പനി മാർക്കറ്റിലുണ്ട്. ബിഗിനർ ആണെങ്കിൽ പോലും ഈ ഒരു സിഗ്നൽസ് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും. ട്രേഡ് ചെയ്തിട്ട് അവർക്ക് സ്വന്തം ഒരു ഓണർ ആയിട്ട് മാറാൻ പറ്റും. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു സംഭവം. നമ്മൾ മറ്റുള്ള ഒരാളുടെ അണ്ടറിലല്ല. അതെ, അത്രക്ക് കോൺഫിഡൻസ്. ഇവിടെ നമ്മൾ ആർക്കും, കമ്പനിക്കോ ഒരു വ്യക്തിക്കോ പോലും നമ്മൾ എന്ത് കൊടുക്കുന്നില്ല, ക്യാഷ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് റിസ്ക് എന്ന് പറയുന്നതില്ല. നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വിശ്വാസത്തിൽ വരുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് 1 വീക്ക് അവർ ചെക്ക് ചെയ്തോട്ടെ. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അവർക്ക് എന്ത് ചെയ്താൽ മതി, മുന്നോട്ട് പോയാൽ മതി. ഹായ് ഫ്രണ്ട്സ്, സാമ്പത്തികമായി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും നമുക്കിടയിലുണ്ടോ? എന്നാൽ ഈ കാലഘട്ടത്തിൽ, ഈ ഒരു ടെക്നോളജി യുഗത്തിൽ സാമ്പത്തികമായി നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? നമ്മളിൽ പലർക്കും അറിയാത്തൊരു സംഗതിയാണത്. ഈ ഒരു ട്രേഡിംഗ് മേഖലയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആ പ്രൊജക്റ്റ് സ്കാമാണോ, ആ ട്രേഡിംഗ് തട്ടിപ്പാണോ, അതല്ലെങ്കിൽ ഹൈപ്പ് കാണിക്കുകയാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. എന്നാൽ ട്രേഡിങ്ങിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ, അതിനെക്കുറിച്ച് ശരിക്കും പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കുവാൻ പറ്റും. ഇന്ന് നിങ്ങൾക്ക് അത്തരത്തിൽ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കുവാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അത് നമുക്ക് പറഞ്ഞു തരാൻ അതിൻ്റെ ഒരു പ്രൊമോട്ടർ ഇതാ നമുക്കൊപ്പം ഉണ്ട്. ആദ്യം നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം, ശേഷം നമുക്ക് ആ പ്രൊജക്റ്റിലേക്ക് വരാം. ഹായ്, നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ആദ്യം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഓക്കെ, എൻ്റെ പേര് മുഹമ്മദ് അജ്മൽ. ഞാൻ വരുന്നത് നിലമ്പൂരിൽ നിന്നാണ്. ആദ്യം ഞാനൊരു എംപ്ലോയി ആയിരുന്നു. ഇപ്പോഴാണ് നമ്മളൊരു ട്രേഡിങ്ങിലേക്ക് കടന്നിട്ടുള്ളത്. ക്രിപ്റ്റോ ബേസിസ് ട്രേഡിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി നിങ്ങളൊരു എംപ്ലോയി എന്നുള്ളതിൽ നിന്ന് ഒരു ട്രേഡിംഗ് മേഖലയിലേക്ക് വരുമ്പോൾ സാധാരണ നമ്മളെ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അതെ അതെ. അപ്പോൾ എന്താണ് അത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ഒരു എംപ്ലോയി എന്നുള്ളതും അതുപോലെ തന്നെ ഒരു ട്രേഡർ എന്നുള്ളതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു മറ്റുള്ളൊരു വ്യക്തിയുടെ അണ്ടറിൽ അവരുടെ ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന 24/7 അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ്. ട്രേഡിങ്ങിലാവുമ്പോൾ നമുക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു ഓണർ ഇല്ല, ഇതിന്റെ ഓണർ നമ്മൾ തന്നെയാണ്. അതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് സൈഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, എന്തായാലും വളരെ നല്ലൊരു ആൻസറാണ്. കാരണം നമുക്കറിയാം ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നത് ഒന്നാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. അതെ, നമ്മൾ മറ്റുള്ള ഒരാൾക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മൾ എത്തില്ല. നമ്മൾ നമുക്കായി നമ്മുടെ പണം ചിലവഴിക്കുന്നു, നമ്മുടെ സമയം നമുക്ക് വേണ്ടി ചിലവഴിക്കുന്നു, ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ടി ഫണ്ട് നമ്മളൊരു ഓണറായിട്ട് മാറുകയാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു എംപ്ലോയി മൈൻഡ് സെറ്റിൽ നമ്മൾ ഒതുങ്ങി കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വലി ഇന്ന് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് നൽകുന്ന പ്രൊജക്റ്റ് ഏതാണ്? നമ്മൾ ഇന്ന് ചെയ്യുന്നത്, നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു ഏകദേശം 7 വർഷമായിട്ട് നമ്മൾ മാർക്കറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന JTM എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ് ഇന്ന് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. JTM എന്ന് പറഞ്ഞാൽ ജോയിൻ ദ മൂവ്മെന്റ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ ഫേമിന്റെ പേര്. ആക്ച്വലി ഇതെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? JTM ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ല, അതേപോലെ തന്നെ ഒരു ROI പ്ലാനും അല്ല. ഇത് കംപ്ലീറ്റ് ഒരു എഡ്യൂക്കേഷണൽ കോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള ഇപ്പോൾ നോർമലി ഇപ്പോൾ എല്ലാ ക്രിപ്റ്റോയിലും ചെയ്യുന്നത്, നമ്മൾ വേറൊരു വ്യക്തിയിലേക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവര് എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ടി ട്രേഡ് ചെയ്യുന്നു. നമുക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത്. അതാണ് അവിടെ നടക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബൈജൂസ് ആപ്പ് ഒക്കെ പോലെ, നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബൈജൂസ് ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലേണിംഗ് ആപ്പാണ്, ഒരു എഡ്യൂക്കേഷൻ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഇതും നമ്മൾ ക്രിപ്റ്റോക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ക്രിപ്റ്റോ എങ്ങനെ ചെയ്യാം, എങ്ങനെ അത് ബൈ ചെയ്യാം, എങ്ങനെ അത് സെൽ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതാത് വ്യക്തികൾ, ഇപ്പോൾ സാറാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ക്യാഷ് വെച്ചിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ട്രേഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരിക്കലും മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിപ്പോ ഈ കോഴ്സ് എന്ന് പറയുമ്പോൾ തിയറിറ്റിക്കൽ ആണോ കൊടുക്കുന്നത്, പ്രാക്ടിക്കൽ ആയിട്ടാണോ? നമ്മൾ സിഗ്നൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സിഗ്നൽസ് നമുക്ക് ഡെയിലി രാവിലെ 9 മണി മുതൽ നമ്മളുടെ എഡ്യൂക്കേഷണൽ
ട്രെയിനിങ് ഉണ്ടാവും. അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്കിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ പോലും എങ്ങനെ നമുക്കൊരു ക്രിപ്റ്റോ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിലേക്ക് കടന്നു ചെല്ലാം, എങ്ങനെ അത് ട്രേഡ് ചെയ്യാം, എങ്ങനെ അത് സെല് ചെയ്യാം എന്നുള്ളത് A to Z വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വ്യക്തികൾ എന്ത് ചെയ്യുന്നു, ആ വ്യക്തികൾക്ക് വേണ്ട സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് എപ്പോൾ പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ എപ്പോൾ ബൈ ചെയ്യണം, എപ്പോൾ സെൽ ചെയ്യണം എന്നുള്ള സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ സിഗ്നൽ വെച്ചിട്ട് ഒരു ബിഗിനർക്ക്, ഏതൊരു ബിഗിനർ ആണെങ്കിലും ഓൾറെഡി ചെയ്തുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ഈ സിഗ്നൽ അനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഈ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഈ ഒരു JTM എവിടെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ഇതിന്റെ പിന്നിൽ ആരാണ്? JTM എന്ന് പറഞ്ഞ കമ്പനി നമ്മൾ ബെൽജിയം ബേസ്ഡ് കമ്പനിയാണ്. നമ്മളുടെ CEO എന്ന് പറയുന്നത് പാട്രിക് ബ്രൂണറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, ബെൽജിയംകാരൻ തന്നെയാണ്. ഓക്കെ, ഈ JTMന്റെ വിഷനും മിഷനും ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഓക്കെ, നമ്മളുടെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ വിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരിലേക്ക് നമ്മളൊരു ഫണ്ട് കൊടുത്തിട്ട് ഇപ്പോൾ അവര് ചെയ്യുന്നത് എന്താ നമുക്ക് അറിയുന്നില്ല, നമുക്കിത് ഫ്യൂച്ചറിൽ പഠിക്കാനും പറ്റില്ല. ഇനിയൊരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അത് ക്രിപ്റ്റോ ആണ്. അത് നമ്മളിപ്പോ മറ്റുള്ള വ്യക്തിക്ക് പൈസ കൊടുത്ത് അവർ ചെയ്യുമ്പോൾ അവരാണ് എഡ്യൂക്കേറ്റ് ആവുന്നത്. നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിന്റെ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. ഇവിടെ നമ്മുടെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെ കിടക്കുന്ന ആളുകളിൽ പോലും നമ്മൾ ഇതിന്റെ ഇപ്പൊ അവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഒരു എഡ്യൂക്കേഷൻ അവരിലേക്ക് എത്തിക്കുക, അവരെയൊക്കെ ഇതിൽ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുക, ഇതിൽ എന്താണ് ഇതിന്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത് പഠിപ്പിക്കുകയാണ് നമ്മളിവിടെ. അതാണ് നമ്മുടെ കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് ആളുകളുടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരിലേക്ക് നമ്മൾ ഫണ്ട് കൊടുത്തിട്ട് അതൊരു വലിയ റിസ്ക് ആണ്. ഇപ്പൊ ഞാൻ ഒരു വ്യക്തിക്ക് പൈസ കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ റിസ്ക് ആണ്. അത് നമ്മൾ തന്നെ ടേക്ക് ഓവർ ചെയ്തിട്ട് നമ്മൾ ആ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ എക്സ്ചേഞ്ചിൽ തന്നെ ചെയ്തിട്ട് നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് അതിനെ എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാം എന്നുള്ളൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മളുടെ കമ്പനിയുടെ മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ട്രേഡിംഗ് അറിയാത്ത ഒരു ബിഗിനർക്ക് JTM സ്യൂട്ടബിൾ ആണോ? അതെ, അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ, അതായത് ഇപ്പൊ ഒരു ബിഗിനർ ആണെങ്കിൽ അയാൾക്ക് എന്താണ് ക്രിപ്റ്റോ എന്നറിയില്ല, എന്താണ് ഇതിലെ സ്പോട്ട് ട്രേഡിങ് അല്ലെങ്കിൽ ഫ്യൂച്ചർ, ഇതൊന്നും അവർക്ക് അറിയില്ല. അവർക്ക് ഇത് കേട്ടിട്ടുണ്ടാവും, പല ആളുകളും ക്രിപ്റ്റോ എന്ന് കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇത് എന്താണെന്ന് അറിയില്ല. പല ആളുകൾക്കും BTC അല്ലെങ്കിൽ ബിറ്റ് കോയിൻ എന്ന് മാത്രമേ അറിയുള്ളൂ, ഇത് എന്താണ് സംഭവം എന്നറിയില്ല. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ടു എൻഡ് ആണ് അവർക്ക് പഠിപ്പിക്കുന്നത്. എന്താണ് ഇതിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതെങ്ങനെ നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി മാറ്റാം, എങ്ങനെ ട്രേഡ് ചെയ്യാം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവർക്ക് A to Z നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, പഠിപ്പിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, അവരെ കൊണ്ട് ട്രേഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഇതൊരു എഡ്യൂക്കേഷൻ ആയിട്ടുള്ള പ്ലാൻ ആണ്, ഒരിക്കലും ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ല. പല ആളുകൾക്കും ഇപ്പോൾ ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ അവര് കേൾക്കുമ്പോൾ തന്നെ അവർ ചിന്തിക്കുന്ന ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുന്നില്ല. അങ്ങനെയല്ല, നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരെ കൊണ്ട് ട്രേഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ആളുകൾക്ക് എന്നെ തന്നെ ഡെയിലി വിളിക്കുന്നുണ്ട്, എവിടെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ക്രിപ്റ്റോ ട്രേഡിംഗ് ശരിക്കും പഠിക്കുക, അല്ലെങ്കിൽ നമുക്ക് നഷ്ടം അധികം പറ്റാതെ അല്ലെങ്കിൽ ട്രേഡിംഗ് പക്കായി നമുക്ക് മനസ്സിലാക്കണം, എവിടെ ചെല്ലണം, അതിനെത്ര ക്യാഷ് വരുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ പഠിക്കണമെന്ന് ശരിയായി ചിന്തിക്കുന്ന, സീരിയസ് ആയി ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അത് ഇപ്പോൾ നമ്മളൊരു ക്രിപ്റ്റോ നമ്മളൊരു പുറത്തൊരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ പോയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഇപ്പോൾ ഒരു 35 to 45 ആണ് അവിടുത്തെ ഫീസ് എന്ന് പറയുന്നത്. ആ ഫീസ് എന്ന് പറയുന്നത് ഇതെന്താണെന്ന് പഠിപ്പിക്കാൻ മാത്രമുള്ളൊരു അതിന് മാത്രമുള്ള ഫീസാണ്. അത് 2-3 മാസത്തെ കോഴ്സ് ആയിരിക്കും. അവരവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിപ്പിക്കുന്നത്. എന്താണ് ക്രിപ്റ്റോ, എങ്ങനെ ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചിട്ട് അവര് ഒരിക്കലും ഇവർക്ക് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യില്ല, എഡ്യൂക്കേഷൻ മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. എന്നിട്ട് ആ എഡ്യൂക്കേഷൻ വെച്ചിട്ട് അവർ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, ട്രേഡ് ചെയ്യണം. ഞാൻ അവർ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അതിന് അഡീഷണൽ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയല്ല, നമ്മൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സിഗ്നൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സിഗ്നൽസിന് നമ്മൾ സെപ്പറേറ്റ് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് ലൈഫ് ടൈം എന്ത് ചെയ്യാൻ പറ്റും, ഈ സിഗ്നൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേ നിൽക്കും. ഇതിപ്പോ നമ്മൾ ഇത്രയും കാലം നമ്മൾ ഇപ്പൊ 7 വർഷമായി നമ്മളെ കമ്പനി മാർക്കറ്റിലുണ്ട്. ഇത്രയും കാലത്തെ നമ്മളുടെ സിഗ്നൽസ് എല്ലാം അവർക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ്, ഇവർ കൊടുക്കുന്ന സിഗ്നൽ എത്രത്തോളം പ്രോപ്പർ ആണ് എന്നുള്ളത്. അവർക്ക് ആ സിഗ്നൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇവർ ഏതിലാണ് ട്രേഡ് ചെയ്യുന്നത്? നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് മെക്സിയിലാണ്. നമ്മളുടെ
ട്രേഡ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. നമ്മുടെ ഒഫീഷ്യൽ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് മെക്സിയാണ്. അപ്പോൾ നമുക്ക് മെക്സിയിൽ എന്തുകൊണ്ട് മെക്സിയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ എക്സ്ചേഞ്ചുകളും അവർക്ക് എല്ലാത്തിനും ഒരു ഫീ ഉണ്ടാവും. നമ്മൾ ഇതിന് ഫീ ഉണ്ടാവും. ആ ഫീ എന്ന് പറയുന്നത് ഒരു 0.8% ആണ് എല്ലാ എക്സ്ചേഞ്ചിനും വരുന്നത്. ഈ മെക്സിലാണെന്നത് നേരെ പകുതിയാണ് വരുന്നത്. 0.04% ആണ് നമുക്ക് ഇതിന്റെ ഫീ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മെക്സിയിൽ ചൂസ് ചെയ്യാനുള്ള കാരണം. മെക്സിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഏതിലും ചെയ്യാം. പക്ഷെ നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യാൻ കാരണം ഈ ഒരു, അതായത് ഇപ്പോ ഒരു മറ്റുള്ളൊരു എക്സ്ചേഞ്ചിൽ $10 ആണ് നമുക്ക് ഫീ വരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി $5 മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ. ഇതിൽ ഏതാണ് ഇവർ ട്രേഡ് ചെയ്യുന്നത്? ഫ്യൂച്ചർ ആണോ അതല്ല പിന്നെ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് സ്പോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഫ്യൂച്ചർ ഇപ്പോ അനുഷ്കാക്ക് അറിയുന്നുണ്ടാവും, ഭയങ്കര റിസ്ക് ആണ്. കാരണം നമ്മളിപ്പോ ഫ്യൂച്ചറിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഒരു ഇന്നത്തെ പ്രൈസ് ആവില്ല നാളത്തെ നമുക്ക് ഉണ്ടാവുക. നമുക്ക് ലോസ് കൂടുതലാണ് അതിൽ. അപ്പൊ നമ്മളൊരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഹ്യൂജ് റിസ്ക് ആണ്. അപ്പൊ നമ്മളിതിൽ സ്പോട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇന്നത്തെ ഒരു ഗോൾഡ് ഒരു 90,000 രൂപയ്ക്ക് ഒരു ഗോൾഡ് ഒരു പാവം വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നാളെ പറയാൻ പറ്റില്ല. ചിലപ്പോ മാർക്കറ്റിൽ റേറ്റ് അടിക്കാൻ പോവാ. അപ്പൊ നമുക്കത് നഷ്ടമാവും. ഫ്യൂച്ചർ ആണ് ചെയ്യുന്നുണ്ട്. സ്പോട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ പ്രൈസ് ആവുന്ന സമയത്തേക്ക് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? സെല് ചെയ്യാൻ പറ്റും. പ്രോഫിറ്റിൽ സെല് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ സ്പോട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഈ സ്പോട്ടിൽ ഏതാണ് സിഗ്നൽ കൊടുക്കുന്നത്? നമ്മളിപ്പോ 3 എണ്ണത്തിന്റെ 3 BTC, അതേപോലെ തന്നെ ഇതേറിയം, അതേപോലെ തന്നെ സോൾ, ഈ 3ന്റെ സിഗ്നലാണ് നമ്മളിപ്പോ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനൊരു ടൈം എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ? നമ്മൾ അതിന്റെ ടൈം പ്രൊവൈഡ് ചെയ്യുന്നത് 24 hour ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ പിന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് മൊത്തത്തിൽ നിങ്ങൾ ഈ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? അതെ, ഇത് ഈ കമ്മ്യൂണിറ്റിയിൽ ആരൊക്കെ ഉണ്ടോ നമ്മൾ അവരിൽ എല്ലാവരിലേക്കും നമ്മൾ ഈ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏതൊരു ബിഗിനർ ആണെങ്കിൽ പോലും ഈ ഒരു സിഗ്നൽസ് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് ചെയ്യാൻ പറ്റും. ട്രേഡ് ചെയ്തിട്ട് അവർക്ക് സ്വന്തം ഒരു ഓണർ ആയിട്ട് മാറാൻ പറ്റും. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു സംഭവം. നമ്മൾ മറ്റുള്ള ഒരാളുടെ അണ്ടറിലല്ല, നമ്മൾ സ്വന്തമായിട്ട് ഒരു ഓണർഷിപ്പിലേക്ക് എത്തും. അതായത് നമ്മൾ അക്കൗണ്ടിൽ ക്യാഷ് ഇടുന്നു, നമ്മൾ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടത് നമ്മൾ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾ തരുന്ന സിഗ്നൽ അനുസരിച്ച്. അതെ, ഓക്കെ. അപ്പോൾ പിന്നെ ട്രേഡിംഗ് അറിയാത്ത ആളുകൾക്ക് ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ഒരാൾക്ക് നിങ്ങളെ ഈ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രേഡിംഗ് പഠിക്കാം. അതെ, അതോടൊപ്പം തന്നെ പഠിച്ചുകൊണ്ട് പ്രാക്ടിക്കലി ഈ ഒരു ഫീൽഡിലേക്ക് വന്ന് നിങ്ങളെ പോലെ ഒരു ട്രേഡറായി മാറാം. ആസ് എ ബിഗിനർ നമ്മളൊരു അക്കൗണ്ട് ക്രിയേഷൻ മുതൽ അതിന്റെ ഒരു പ്രോ ലെവൽ വരെ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രോ ലെവലിലേക്ക് വരെ ഒരു ബിഗിനർ നമ്മൾ എത്തിക്കും. അതായത് ഒരു അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിലെങ്ങനെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ഇതെങ്ങനെ ട്രേഡ് ചെയ്യാം, എപ്പോ നമ്മൾ ബൈ ചെയ്യണം, എപ്പോ സെൽ ചെയ്യണം, ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ട് ആസ് എ ഒരു ബിഗിനറെ നമ്മൾ ഒരു പ്രോ ലെവലിലേക്ക് എത്തിക്കും. ഓക്കെ. നിങ്ങൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന സിഗ്നല് എത്രമാത്രം റിലയബിൾ ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അതായത് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വരുന്ന വ്യക്തികൾക്ക് നമ്മളൊരു കഴിഞ്ഞ ഒരു 1 വീക്കിലേക്ക് നമ്മൾ ഈ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യും. അവർക്ക് ഇത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം അവർക്ക് ചെയ്താൽ മതി, അവർക്ക് മുന്നോട്ട് പോയാൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും പ്രോപ്പർ ആയിട്ടുള്ള സിഗ്നൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവര് ഒരു 1 വീക്കോളം അവര് ചെക്ക് ചെയ്തോട്ടെ. നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വിശ്വാസത്തിൽ വരുന്ന ആളാണ്. അപ്പൊ അവർക്ക് 1 വീക്ക് അവർ ചെക്ക് ചെയ്തോട്ടെ. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അവർക്ക് എന്ത് ചെയ്താൽ മതി? മുന്നോട്ട് പോയാൽ മതി. അതെ, അത്രയ്ക്ക് കോൺഫിഡൻസ്. അതെ, കാരണം നമ്മളിത് കമ്പനിയുടെ ഒഫീഷ്യൽ അവരുടെ പേജിലുള്ള സിഗ്നൽസ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഈ അവർക്ക് ഡയറക്റ്റ് കയറിയിട്ട് സിഗ്നൽസ് നോക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇതിലെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. മനസ്സിലായി. ഇനിയപ്പോ ഈ ആളുകൾക്ക് ഇപ്പൊ ഈ വളരെ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞ ഈ സംഗതി ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കി വരുന്ന ആളുകൾക്ക് ഇതിന്റെ ഭാഗമാവാൻ എങ്ങനെ കഴിയും? അവരെന്താണ് ചെയ്യേണ്ടത്? നമുക്ക് 3 പ്ലാനുകളാണ് വരുന്നത്. ഒന്ന് നമ്മളുടെ $100 പ്ലാന്, $300 പ്ലാന്, പിന്നെ $1,000 പ്ലാന്. ഇതിൽ നമ്മൾ 3 രീതിയിലാണ് എഡ്യൂക്കേഷൻ നമ്മൾ ഓരോ പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. നമ്മൾ $100 പ്രൊവൈഡ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിലും ഒരു ഓൾറെഡി ചെയ്യുന്ന വ്യക്തിയാണോ അവർക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പോർട്സ് സിഗ്നൽസും പ്രൊവൈഡ് ചെയ്യും. ഇതാണ് നമ്മൾ $100 പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ $300 പാക്കേജിൽ വരുന്നത് ഇവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ പ്ലസ് അവർക്ക് വേണ്ട സ്പോർട്സ് സിഗ്നൽസ്. അതിന്റെ പുറമെ നമ്മൾ ഫോറക്സ് മാർക്കറ്റ്, ഗോൾഡ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കോപ്പി ട്രേഡും കൂടി നമ്മൾ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സ്പോർട്ട് പ്ലസ് ഗോൾഡ്, അതെ,
അതുപോലെ തന്നെ കോപ്പി ട്രേഡ് ഇത് മൂന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് അവർക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വരുന്നത് $1000 പ്ലാൻ ആണ്. ഇതിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്പോർട്സ് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ അവർക്ക് വേണ്ടി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫോറക്സ് സിഗ്നൽസ് അതായത് ഗോൾഡിന്റെ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കോപ്പി ട്രേഡ് കഴിഞ്ഞ എല്ലാതും. അതിന്റെ പുറമെ നമ്മൾ പ്ലസ് ബ്ലോക്ക് ചെയിനിന്റെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സ്മാർട്ട് കോൺട്രാക്ടറിന്റെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് നമ്മൾ ഹോൾഡിംഗ് മാർക്കറ്റും കൂടി അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അതായത് മൊത്തത്തില് ടോട്ടൽ പാക്കേജ് ആണ് നമ്മളെ $1000 പാക്കേജ് വരുന്നത്. ഇപ്പൊ ഇതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് വരുന്നത്, ഇപ്പൊ നമ്മളിപ്പോ ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്ക് ക്രിപ്റ്റോയില് അവർക്ക് സിഗ്നൽസ് അവർക്ക് ചെയ്യാൻ ഇപ്പോ പഠിച്ചിട്ട് പോലും അവർക്ക് സമയമില്ലാത്തത് കൊണ്ട് പല രീതിയിലും ചെയ്യാതെ പോകുന്ന ആളുകളുണ്ടാവും. അവർക്ക് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്, ഇതിൽ കമ്പനി ഒരു 1% അവരുടെ പ്രോഫിറ്റിന്റെ ഷെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി ഇവരിലേക്ക്. അതായത് നമ്മളുടെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന വ്യക്തികൾക്ക് 1%, അതായത് അവരുടെ പ്രോഫിറ്റിന്റെ 1% പ്രൊവൈഡ് ചെയ്യും. കമ്പനിയുടെ പ്രോഫിറ്റിന്റെ. ഇപ്പൊ ഇതിൽ നമ്മൾ ഔട്ട്ഫ്ലോ ഇൻഫ്ലോ ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കമ്പനിയിൽ വരുന്ന ഫണ്ടിന്റെ 72% നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അഫിലിയേറ്റ് ചെയ്ത ആളുകളിലേക്ക് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നുണ്ട്. ബാക്കി 28% കമ്പനീന്റെ അസറ്റ് ആണ്. അത് നമ്മൾ ഒരിക്കലും കമ്പനി ഒരിക്കലും വേറൊരു എക്സ്പെൻസ് അതിലേക്ക് നമ്മൾ ROI ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ കമ്പനിക്ക് എന്ത് വരുന്നില്ല, വേറെ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. ഈ 28% കമ്പനീന്റെ അസറ്റ് ആയിട്ട് മാറുകയാണ്. ഈ 72%-ലെ 10% എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇപ്പോൾ നമ്മൾ $100 ഒരു എഡ്യൂക്കേഷൻ പ്ലാൻ പ്രൊവൈഡ് ചെയ്ത വ്യക്തി കമ്മ്യൂണിറ്റി, $300 കമ്മ്യൂണിറ്റി, $1000, ഇതിന്റെ ഒക്കെ ഒരു പൂൾ ഉണ്ടാവും. ആ പൂളിലേക്ക് നമ്മൾ ഇതിന്റെ 10% മാറ്റാണ്. ഇത് എല്ലാ വീക്കിലും എന്ത് ചെയ്യും, ഈ പൂളിലുള്ള എല്ലാ കമ്മ്യൂണിറ്റിയിലെ എല്ലാ വ്യക്തികൾക്കും അതിന്റെ 1% അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ 1% ഷെയർ പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ അവരുടെ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ 2x വരെ കമ്പനി റിട്ടേൺ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഫീ കൊടുത്തിട്ടുള്ള വ്യക്തികൾക്ക് അവർ ട്രേഡ് ചെയ്തില്ലെങ്കിൽ പോലും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അവരുടെ കോഴ്സ് ഫീസ് ഒരു 2x വരെ അവർക്ക് റിട്ടേൺ കിട്ടും. അങ്ങനെയാണ് നമ്മളുടെ JTM ഇതിന്റെ കോഴ്സിനും ഫീ ഇല്ല എന്നുള്ളതാണ്. അതെ, അത് കംപ്ലീറ്റ് ഫ്രീ ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ പോലും അവരുടെ പ്രോഫിറ്റിനനുസരിച്ച് ആ വ്യക്തികൾക്ക് ഈ കോഴ്സ് ഫീ റീഫണ്ട് ആയിട്ട് വരും. അതായത് ചുരുക്കി പറഞ്ഞാൽ JTM എന്ന് പറയുന്നത് ഈ എഡ്യൂക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് പോയി നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ ബിസിനസ്സിലായാലും മറ്റേ ഒരു ജോബാണെന്നുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് ഇൻകം മതിയാവുന്നില്ല. അതെ, നമ്മുടെ പിന്നെ ഇൻകത്തിനേക്കാൾ കൂടുതൽ നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രാ ഇൻകം നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ $100 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് $200 തിരിച്ചു കിട്ടുന്നുണ്ട്, റീഫണ്ട് ആവുന്നുണ്ട്. കോഴ്സ് ഫീ റീഫണ്ട് ആവും. നമ്മൾ എന്തൊരു ഇപ്പോൾ നമ്മൾ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്ന, അപ്പോൾ ഒരു കുട്ടി ജനിച്ചത് മുതൽ ആ കുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ ഫീസ് ഒന്നും ഒരിക്കലും അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, പക്ഷെ റീഫണ്ട് കിട്ടുന്നില്ല. ഇവിടെ നമ്മളെ കമ്പനി അവരുടെ പ്രോഫിറ്റിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ പ്രോഫിറ്റിന്റെ ഷെയർ എന്തായിട്ടുണ്ട്, അതായത് കമ്പനിന്റെ ഇപ്പോ ഇവരെ ഒരു $100 ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡർ കൂടിയാണ്. അവർക്ക് കമ്പനിന്റെ പ്രോഫിറ്റിൽ നിന്നാണ് ഡിവിഡൻഡ് ആയിട്ടാണ് എന്ത് കൊടുക്കുന്നത്, റീഫണ്ട് കൊടുക്കുന്നത്. അതായത് ഇവരുടെ കോഴ്സിന്റെ അവരുടെ ഡിവിഡൻഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ആക്ച്വലി നോക്കുമ്പോൾ നമ്മളൊരു കമ്പനിന്റെ ഓണർ കൂടിയായിട്ട് മാറുകയാണ്, ഡിവിഡൻഡ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തേർഡ് പാർട്ടിക്ക് നമ്മൾ ഫണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ഏതാണോ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ 3 പാക്കേജുകളുണ്ട്, പിന്നെ അതിൽ ഏതാണോ താല്പര്യം എന്ന് വെച്ച് അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൽ പഠിച്ച് അതിൻ്റെ സിഗ്നൽ നമുക്ക് കിട്ടി, ആ സിഗ്നൽ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നു, പ്രോഫിറ്റ് എടുക്കുന്നു. അതെ, ഇതാണ് സിസ്റ്റം. നമ്മൾ തന്നെ നമ്മളൊരു പ്രോഫിറ്റിൽ നമ്മളൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ തന്നെ ഒരു ഓണറായിട്ട് നമ്മളുടെ സ്വന്തം ബിസിനസ് നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ സ്വന്തം റവന്യൂ ഉണ്ടാക്കുന്നു. അതിലൂടെ നമ്മളെ ടൈം ഫ്രീഡം, ഫിനാൻഷ്യൽ ഫ്രീഡം ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരും. ഒരു ജോലി ചെയ്താൽ ഒരിക്കലും നമുക്ക് ഈ ടൈം ഫ്രീഡം, ഫിനാൻഷ്യൽ ഫ്രീഡം വരില്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട്
ഈ ട്രേഡിങ്ങിലാണ് അതിന് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എടുക്കാൻ. പലപ്പോഴും പിന്നെ ഇത്തരത്തിലുള്ള പല കോൺസെപ്റ്റുകളും വരുമ്പോൾ സ്കാം ആണോ, അല്ലെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പൊട്ടിപ്പോകുമോ, അല്ലെങ്കിൽ ഹൈപ്പിന് വേണ്ടി എന്തെങ്കിലും പറയുകയാണോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ആർക്കും ക്യാഷ് കൊടുക്കുന്നില്ല, നമ്മുടെ അക്കൗണ്ടിലാണ്. അതാണ് നമ്മൾ ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത്. കാരണം നമ്മൾ മറ്റുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തിനെ, ഇപ്പൊ ഞാൻ അനസ്കാനെ വിശ്വസിച്ചിട്ട് അനസ്കാക്ക് പൈസ തരാണ്, നാളെ ക്യാഷാണ് നമ്മളുടെ അനസ്കാന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ കളഞ്ഞു പോയാൽ പോലും ക്യാഷ് പോയി. ഇവിടെ നമ്മൾ ആർക്കും കമ്പനിക്കോ ഒരു വ്യക്തിക്ക് പോലും നമ്മൾ എന്ത് കൊടുക്കുന്നില്ല, ക്യാഷ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് റിസ്ക് എന്ന് പറയുന്നതില്ല. നമ്മളുടെ സിഗ്നൽസ്, അവിടുന്ന് വരുന്ന സിഗ്നൽസ് വെച്ചിട്ട്, നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സിഗ്നൽസ് വെച്ചിട്ട് നമ്മളുടെ എക്സ്ചേഞ്ചിലിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ട്രേഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിന്നെ സിഗ്നൽസ് ചെക്ക് ചെയ്യാനുള്ള ഒരാഴ്ച നമുക്ക് ശരിയാണോ നോക്കാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട്. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന്, നമ്മൾ ഇതിൽ നിന്ന് വരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഷുവർ ആയിട്ട് അത് പ്രൊവൈഡ് ചെയ്യും. അവര് ചെക്ക് ചെയ്തിട്ട് 1 വീക്ക് അവർ ചെക്ക് ചെയ്തിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അവർ ചെയ്താൽ മതി. ഇനിയിപ്പോ ആ വ്യക്തിക്ക് 1 വീക്ക് കൊണ്ടൊന്നും മനസ്സിലായില്ല, 1 വീക്ക് കൊണ്ട് ഈ സിഗ്നൽസ് ഓക്കെ ആണോ അവർക്ക് മനസ്സിലായില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ 2 വീക്ക് കൊടുത്തോട്ടെ, അവർ പേഴ്സണലി നമുക്ക് മെസ്സേജ് അയച്ചോട്ടെ. മെസ്സേജ് അയച്ചിട്ട് അവർ ചോദിക്കുക, അവർക്ക് ഇനി ഒരു വീക്കും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും പ്രൊവൈഡ് ചെയ്യാം. അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അവർ ചെയ്താൽ മതി. നമുക്ക് അത്രയും കോൺഫിഡന്റ് ആണ് ഈ സിഗ്നൽസിൽ. അതാണ് നമ്മൾ അവരിലേക്ക് കൊടുക്കുന്നത്. അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അവർ ചെയ്താൽ മതി എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ വരുമ്പോൾ പിന്നെ ഒരു കൂട്ടം ആളുകൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. നല്ല പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ താല്പര്യം കാണിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് ഇതിൽ നിന്ന് വല്ല ബെനിഫിറ്റും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അതെ, ഇപ്പൊ നമ്മൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിട്ടുള്ളതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ അഡീഷണൽ നമുക്ക് വേറൊരു ബെനിഫിറ്റും കൂടി ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് വർക്ക് ചെയ്യാൻ, ഇപ്പോൾ സാർ പറഞ്ഞ മാതിരി പ്രൊമോട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ അഫിലിയേറ്റ് ചെയ്യാനുണ്ടാവും. അങ്ങനത്തെ വ്യക്തികൾക്ക് നമുക്ക് അതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു 72% കമ്പനി മാറ്റി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഇവരിലേക്കാണ് പോകുന്നത്. അതിന് നമുക്ക് സെപ്പറേറ്റ് ഇൻകം ആണ് വരുന്നത്. നമ്മൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ബോണസ് ഉണ്ട്. നമ്മളെ ഇൻവെസ്റ്റ്മെന്റിന്റെ 10% ഡയറക്റ്റ് ബോണസ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ബോണസ് വരുന്നുണ്ട്, നമുക്ക് അവർക്ക് മൈൽ സ്റ്റോൺ ബോണസുകൾ വരുന്നുണ്ട്, ലെഗസി ബോണസുകൾ വരുന്നുണ്ട്, ബിസിനസ് ഷെയറുകൾ വരുന്നുണ്ട്, ട്രേഡിംഗ് പൂൾ ഇൻകംസ് വരുന്നുണ്ട്. ഇങ്ങനെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അഫിലിയേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് കൂടി ഇതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് വരുന്നുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു രീതിയിലും നമുക്ക് ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ കമ്പനീന്റെ ഒരു കമ്മിങ് പ്രൊജക്ട് കൂടി വരുന്നത്, അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്, അതും കൂടി പറഞ്ഞു പോകാൻ ശ്രമിക്കുകയാണ്. നമുക്ക് വരാൻ പോകുന്ന പ്രൊജക്റ്റ് ആണ്. നമ്മളുടെ ദുബായിലുള്ള ഒരു ഹൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബാങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഫെഡറൽ ബാങ്ക് ആയിക്കോട്ടെ, സൗത്ത് ബാങ്കുകളൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇൻഷുറൻസ് സ്കീം, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ നമ്മളെ ക്രിപ്റ്റോ പ്രൊവൈഡ് ചെയ്യുന്ന ദുബായ് ബേസ്ഡിലെ ബാങ്കാണ് ഹൈ ബാങ്ക് എന്ന് പറയുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് ഒരിക്കലും JTM അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. JTM അതിന്റെ ഒരു ചാനൽ മാത്രമാണ്. അത് ഡയറക്റ്റ് ദുബായിലുള്ള നമ്മുടെ ബാങ്കാണ്. അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ക്രിപ്റ്റോ SIP, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ, അതേപോലെ തന്നെ ഡിജിറ്റൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്, പിന്നെ നമ്മുടെ AI ട്രേഡിംഗ് ബോട്ട്സ്, ഇനി വരാനുള്ള ഫ്യൂച്ചർ ആണല്ലോ AI എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കിനി ക്രിപ്റ്റോ വിസ കാർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചറിലേക്ക് വരാനുള്ള സംഭവം. അതായത് നമ്മളുടെ ക്രിപ്റ്റോ നമുക്ക് നമ്മളുടെ നിയറസ്റ്റ്, നമ്മളുടെ നാട്ടിലുള്ള ATM ഉപയോഗിച്ച് INR ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഫ്യൂച്ചർ അപ്ഡേഷൻ ഹൈ ബാങ്ക് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് വരാനുള്ള പ്രൊജക്റ്റ് ആണ്. ഞാൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് പറഞ്ഞു. ഇതെല്ലാം നമുക്ക് ഈ ഒരു $100, $300, $1000 എല്ലാ ഈ എഡ്യൂക്കേഷൻ കോഴ്സ് എടുത്തിട്ടുള്ള കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികൾക്കും നമുക്കിത് വരാൻ പോകുന്ന ഫ്യൂച്ചർ പ്രൊജക്റ്റ് ആണ്. അവരിലേക്കൊക്കെ എത്താൻ പോകുന്ന ഫ്യൂച്ചർ പ്രൊജക്റ്റ് ആണ്. ബെനിഫിറ്റ് ആയിട്ട് വരുന്ന പ്രൊജക്റ്റുകളാണ്. ഞാൻ കൂട്ടിച്ചേർത്തു എന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചൊരു സംഗതിയാണ് നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം അക്കൗണ്ടിൽ നമ്മൾ പഠിച്ചു, ഇവർ തരുന്ന എക്സ്പേർട്ടുകൾ തരുന്ന സിഗ്നൽ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ, ഇവരുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ
നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ ഇതിൽ എക്സ്പേർട്ടുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ഹിസ്റ്ററി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവർ എത്രമാത്രം ഈ ഒരു പ്രൊജക്റ്റിൽ കോൺഫിഡൻ്റ് ആണ് എന്നുള്ളത്. കാരണം ഇവരുടെ ഹിസ്റ്ററിയിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാകും. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഇത്തരം എക്സ്പേർട്ടുകളുടെ കൂടെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ സാമ്പത്തികമായി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരുമായി അസോസിയേറ്റ് ചെയ്യാം. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ ഇവരുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇന്ന് തന്നെ ഇവരുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇവരടക്കമുള്ള ആളുകൾ അവിടെ അഡ്മിൻസ് ആയിട്ടുണ്ടായിരിക്കും. ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരോട് നേരിട്ട് ചോദിച്ചറിയാവുന്നതുമാണ്. എനിവേ, എന്തായാലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഈ ഒരു 2026 നല്ലൊരു പ്രൊജക്റ്റ് എത്തിച്ചു നൽകിയതിനും അതുപോലെ തന്നെ ട്രേഡിങ്ങിൽ താല്പര്യം ഉള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ട്രേഡിംഗ് അറിയാനും മനസ്സിലാക്കുവാനും അതുവഴി ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു അവസരം നൽകിയതിനും ഒരുപാട് താങ്ക്സ്.